എവ്രിവൺ. HST സോഷ്യൽ സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഒരു ഹൈസ്കൂൾ ടീച്ചറാവാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ദ ഹോൾ ഏസ് ടീം ഈസ് വിത്ത് യു. HST സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, സിലബസ് എന്താണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. HST സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ വിജ്ഞാപനം പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2024 ഡിസംബറിലോ 2025 ജാനുവരി ടു ജൂണിൻ്റെ ഇടയിൽ, ആദ്യത്തെ ഒരു 6 മാസത്തിനിടയിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും, നോട്ടിഫിക്കേഷൻ വരാത്ത ഒരു എക്സാമിന് നമ്മൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് യെസ്. വൈ? ബിക്കോസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് PSCയുടെ എക്സാംസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യത്തെ 6 മന്ത്സിനകത്ത് തന്നെ എക്സാം നടക്കാറുണ്ട്. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷനെ കാര്യമായിട്ട് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നോ അത്രമാത്രം നമ്മൾ എക്സാമിലേക്ക് അടുത്തു പോകും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ സ്വപ്നത്തിലേക്ക്, റാങ്ക് ലിസ്റ്റിലെ ആദ്യ പേരുകളിലേക്ക് നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എക്സാം അപ്പിയർ ചെയ്യാനുള്ള നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ UG ഓർ PG വിത്ത് B.Ed ആണ്. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് PG നിർബന്ധമുണ്ടോ എന്നുള്ളത്. PG നിർബന്ധമില്ല, UG ഓർ PG വിത്ത് B.Ed ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കേട്ടഡ് കാറ്റഗറി 3യോ സെറ്റോ നെറ്റോ MEdോ ഉണ്ടായിരിക്കണം. ഇനി നമുക്കറിയാം, നമ്മളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ജോലിയോടുള്ള പാഷൻ കൊണ്ടാണ്. ഒരു പാഷനായിട്ടുള്ള ടീച്ചറായിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും HST എക്സാം എഴുതുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കൂ, 41,300 മുതൽ 87,000 രൂപ വരെയാണ് HST എന്ന് പറയുന്ന പോസ്റ്റിന് നമുക്ക് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു സൈഡ് എന്ന് പറയുന്നത്. ബേസിക് സാലറി തന്നെ 41,300 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സിലബസിലോട്ട് പോവുകയാണ്. ഞാൻ HST എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. HSTയും HSAയും രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യം ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്നായിരുന്നു ഈ ഒരു പോസ്റ്റിന് പറഞ്ഞിരുന്നത്, പിന്നീടാണ് HST ആവുന്ന ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് റീനെയിം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സിലബസിലോട്ടാണ് പോകുന്നത്. സോ HST സോഷ്യൽ സയൻസ് സിലബസിനെ രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A ആൻഡ് പാർട്ട് B. നിങ്ങൾക്ക് കാണാൻ പറ്റും, പാർട്ട് A ഇവിടെ, പാർട്ട് A ആൻഡ് പാർട്ട് B ആണുള്ളത്. പാർട്ട് Aക്കകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒട്ടും സ്പെസിഫൈഡ് അല്ലാത്തൊരു ഏരിയയാണ്. ഇന്ത്യൻ റിനൈസൻസ് ആണോ, കേരള റിനൈസൻസ് ആണോ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻ്റ് ആണോ, കേരള ഫ്രീഡം മൂവ്മെൻ്റ് ആണോ എന്നൊന്നും ഇതിൽ സ്പെസിഫൈഡ് അല്ല. വിച്ച് മീൻസ് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്യാനുണ്ട്. ഇനി മൊഡ്യൂൾ 2 ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ആണ്. അതുപോലെ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3 വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പഠിച്ച B.Edൻ്റെ ടെക്സ്റ്റുകളും നോട്ടുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങളുടെ ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ബെസ്റ്റ് ക്ലാസ്സുകളും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഈ ഒരു പാർട്ടിലാണ് മെത്തഡോളജി റിലേറ്റഡ് ആയിട്ടുള്ള, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരിക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ എക്സാമിന് HST എക്സാമിന് ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാം ആയിരിക്കും. അതിനകത്ത് തന്നെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കാം. ഈ 100 ക്വസ്റ്റ്യനകത്ത് നമ്മുടെ പാർട്ട് Aയിൽ നിന്നാണ് ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ 20ഓളം ക്വസ്റ്റ്യൻസ് പാർട്ട് Aയിൽ നിന്നാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഈ ഭാഗത്തു നിന്നായിരിക്കും ഓൾമോസ്റ്റ് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ മൊഡ്യൂൾ 3യിൽ നിന്ന് ഓൾമോസ്റ്റ് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ മൊത്തം 20 മാർക്കാണ് പാർട്ട് Aയിൽ നമുക്ക് ഉണ്ടാവുക. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് പാർട്ട് Bയിലേക്ക് പോവാം. ഇതൊക്കെ പാർട്ട് Aയുടെ ഭാഗങ്ങളാണ് കേട്ടോ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇനി പാർട്ട് Bയിലാണ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കോർ ഏരിയാസ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു HST സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റിൻ്റെ പേര് തന്നെ. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി മാത്രമല്ല അതിനകത്ത് വരുന്നത്, ഹിസ്റ്ററി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, ജോഗ്രഫി ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 കോർ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ മെയിൻ ഡിസിപ്ലിൻസ് ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കവർ ചെയ്യേണ്ടതുള്ളത്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് പാർട്ട് B.
പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 വരുന്നത് ഹിസ്റ്ററി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 വരുന്നത്. ആൻഡ് ദെൻ മൊഡ്യൂൾ 2 വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നൗ മൊഡ്യൂൾ 3 വരുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, എക്കണോമിക് തിയറി, ബാങ്കിങ് ടൂൾസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 വരുന്ന ഇന്ത്യൻ എക്കണോമി, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കണോമി. സോ ഇതിനകത്താണ് എക്കണോമിക് പോളിസീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി മൊഡ്യൂൾ 5 പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് കേട്ടോ. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 5 മൊഡ്യൂൾ 6 ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ഓർഗനൈസേഷൻസും കുറച്ച് തിങ്കേഴ്സിൻ്റെ പേരൊക്കെ വരുന്നത് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. അപ്പോൾ ജോഗ്രഫിക്ക് അകത്ത് തന്നെ സെപ്പറേഷൻസ് വരുന്നുണ്ട്. ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമ്മൾ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തരാണ്. കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഒരു കടൽ നീന്തി കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ കടൽ മുറിച്ച് കിടക്കുന്ന അത്രമാത്രം വാസ്റ്റാണ്, വിശാലമാണ്, ഇൻഡെപ്റ്റ് ആണ്. സോ അതിൻ്റെ ആഴവും പരപ്പും കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് അതുപോലെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സിലബസിൻ്റെ ഓരോ ഭാഗവും നൂലിഴ കീറി പരിശോധിച്ചാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പേരുകൾ നമ്മളുടേതാവുകയുള്ളൂ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനൊന്നും നമുക്ക് ചാടിക്കയറി നമ്മുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ടോ ഗട്ട് ഫീലിംഗ് വെച്ചിട്ടോ ആൻസർ ചെയ്യാൻ പറ്റില്ല. കൃത്യമായി പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് മാത്രമേ എക്സാമിൽ ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ HST സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ UG or PG ഹിസ്റ്ററി ഉള്ളവർക്ക്, ജോഗ്രഫി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ഇതൊക്കെ ഉള്ളവർക്ക് എന്താണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ കൂടിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് എക്സാം എഴുതുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കഠിനമായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ എത്തുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് HST സോഷ്യൽ സയൻസ് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ആണ്. 2021 നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കാണിക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് മിക്കവാറും ജില്ലകളിൽ 39, 36, 33 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ആൻഡ് കുറച്ചും കൂടെ ഒരു ഹയർ കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വടക്കൻ കേരളത്തിൻ്റെ ഭാഗത്തേക്കാണ്. ലൈക്ക് പാലക്കാട് 42.61 ഉണ്ട്, തൃശ്ശൂർ 41.33 ആണ്, മലപ്പുറം ജില്ലയിൽ 42 വരുന്നുണ്ട്, കോഴിക്കോട് 43 വരുന്നുണ്ട്. സോ കുറച്ചും കൂടി ഈ ഒരു വടക്കൻ ഏരിയയിലേക്കാണ് ഒന്നും കൂടെ കട്ട് ഓഫ് ഹയർ ആയി വന്നിരിക്കുന്നത്. നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 43 മാർക്ക് കിട്ടിയാൽ, ഏറ്റവും കൂടുതൽ വന്നത് 43 ഈ 43 മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാം എന്നുള്ളതാണ്. 43 മാർക്കായിട്ടും എന്തുകൊണ്ട് നമുക്ക് ആ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല? അതിനുത്തരം എക്സാം കുറച്ചും കൂടെ ഹാർഡർ ആണ്, അല്ലെങ്കിൽ ടഫാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ HSCയുടെ അല്ലെങ്കിൽ HSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജനറൽ ആയിട്ടുള്ള റീഡിങ്ങിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ല, കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ HSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ സിലബസിനനുസരിച്ച് വ്യക്തമായ ധാരണയോടുകൂടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രിപ്പറേഷനിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങളും കൂടെയുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ HSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ. റാങ്ക് 1 മലപ്പുറം ജില്ലയിൽ നമുക്ക് ഹാജര വരുന്നുണ്ട്. റാങ്ക് 2 3 പേര് കണ്ണൂർ ജില്ലയിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും, അതുപോലെ വയനാട് ജില്ലയിൽ നിന്നും 3 പേര് നമുക്ക് റാങ്ക് 2 വരുന്നുണ്ട്. അതുപോലെ റാങ്ക് 3 1 മുതൽ 10 വരെയുള്ള റാങ്കുകൾക്കകത്ത് തന്നെ ACEL നിന്നുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനി വരുന്ന HST ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ HST ആവാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം 2030 ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമുകളൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നീട് HST എന്ന് പറയുന്ന എക്സാം നടക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവസാനത്തെ HST ആയിട്ട് മാറാൻ ഇത് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ കഠിനമായി പ്രയത്നിച്ചു തുടങ്ങിയാൽ നമുക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം. ഇതുപോലെ ഞങ്ങൾ കൈയടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ACEന്റെ എല്ലാ ബ്രാഞ്ചുകളിലും HST എക്സാമിനുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.